ഇക്കൊല്ലത്തെ ഓസ്കാർസിൽ ഷൈൻ ചെയ്യാൻ പോകുന്നൊരു പടമായിരിക്കും ദി ബ്രൂട്ടലിസ്റ്റ്. ഒട്ടുമിക്ക എല്ലാ നോമിനേഷനിലും ഈ ഒരു പടമുണ്ട്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടർ ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാം വിൻ ചെയ്യാനുള്ള ചാൻസ് സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി. ഈ സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. സിനിമ പറയുന്നൊരു വലിയ പീരീഡ് ബേസ്ഡ് ഡ്രാമയാണ് സിനിമ ചർച്ച ചെയ്യുന്ന. ഒരു 3-3.5 മണിക്കൂർ എന്തോ റൺ ടൈം ഉണ്ട് സിനിമയ്ക്ക്. സോ ഒരുപാട് ടൈം നമ്മുടെ കൺസ്യൂം ചെയ്യും. ഒരു 2-3 പടം കാണേണ്ട ടൈം നമ്മുടെ സിനിമ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും പടം കണ്ടു കഴിയുമ്പോൾ ഒരു നല്ല പടം കണ്ടൊരു ഫീൽ നമുക്ക് തരുന്നൊരു പടമാണ്. സിനിമ ചർച്ച ചെയ്യുന്നത് ഈ അഡ്രിയൻ ബ്രോഡിയുടെ തന്നെ പിയാനിസ്റ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഓൾറെഡി അദ്ദേഹത്തിന് 2003 ഓസ്കാർ കിട്ടിയിട്ടുള്ളൊരു പടമാണ്. അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർക്കുള്ള ഓസ്കാർ കിട്ടിയിട്ടുള്ള പടം. ആൻഡ് അതേ മോഡിൽ തന്നെയുള്ളൊരു പടമാണെന്ന് പറയും. കാരണം അതിലെങ്ങനെയാണ് ഒരു പിയാനിസ്റ്റായിട്ട് അദ്ദേഹം ആക്ട് ചെയ്തത്, അതേപോലെ തന്നെ ഈ ഒരു ഹിറ്റ്ലറുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന, അല്ലെങ്കിൽ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു ആർക്കിടെക്റ്റായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഉള്ളത്. സോ ആ ഒരു വേൾഡ് വാർ ടൈമിൽ, ആ ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ആ ഒരു ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു ട്രോമയോടെ അമേരിക്കയിലേക്ക് ചേക്കേറുന്ന അല്ലെങ്കിൽ കുടിയേറുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഒരാളാണ് ഈ സിനിമയിൽ അഡ്രിയൻ്റെ ലാസ്ലോ ടോർത്ത് എന്ന ക്യാരക്ടർ. സോ ആളൊരു ഭയങ്കര റിനൗണ്ട് ആയിട്ടാണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആർക്കിടെക്റ്റാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, ബുദ്ധാപെസ്റ്റിൽ പർട്ടിക്കുലർലി. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് ഇവിടെയുള്ള ഒരു വലിയ സമ്പന്നനായിട്ടുള്ള ഒരാൾ കണ്ടുപിടിക്കുകയും പിന്നീട് അങ്ങോട്ട് എന്ത് നടക്കും എന്നുള്ളതാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ഭയങ്കര സ്ലോ പേസിൽ തന്നെയാണ് പടം. പക്ഷേ എവിടെ എനിക്കിതിൽ ലാഗടിയോ ബോറടിയോ ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം അടുത്തെന്താ നടക്കാൻ പോകുന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് സിനിമയുടെ ഒരു ഒഴുക്കിൽ ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ ലേയേഴ്സ്, പ്രത്യേകിച്ച് ആ ഒരു പോസ്റ്റ് വേൾഡ് വാർ ട്രോമയും ദെൻ കുടിയേറ്റത്തെ പറ്റിയുള്ള വിഷയംസും ഈവൻ സ്ലേവറി പോലും സിനിമ അവിടെ ഇവിടെ ചർച്ച ചെയ്ത് പോകുന്നു. സോ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് സിനിമയുടെ അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ട്. ഈ ഏറ്റവും അവസാനം സിനിമ എൻഡ് ചെയ്യുന്ന ഒരു എൻഡ് നോട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കും. സോ അതും കൂടി കേട്ട് കഴിയുമ്പോഴാണ് ഈ സിനിമയ്ക്ക് ഒരു പ്രോപ്പർ കംപ്ലീഷൻ കിട്ടുക. ഈ സിനിമ എന്തായിരുന്നുള്ളൂ ഫുൾഫിൽമെൻറ്റ്, ഒരു അവസാനത്തെ ഒരൊറ്റ വേർഡ് ഉണ്ട്, ഒരു ഡയലോഗ്. ഞാൻ പറയുന്നില്ല, സിനിമ കണ്ടതിന് മനസ്സിലാക്കുക. ആൻഡ് ആഡ്രിയൻ ബ്രോഡിയുടെ പെർഫോമൻസ് കിട്ടില്ലാണ്. അതേ മാത്രമല്ല സപ്പോർട്ടിംഗ് ആയിട്ട് ഗൈ പിയേഴ്സിന്, എനിക്ക് ഇങ്ങനെക്കാൾ കൂടുതലായിട്ട് കുറേ കൂടി ഗൈ പിയേഴ്സിൻ്റെ ക്യാരക്ടറാണ് കുറേ കൂടി ഇഷ്ടമായത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള റോള് മിക്കവാറും മൂപ്പര് ഈ സിനിമയിലൂടെ കൊണ്ടുപോകുന്നുള്ളത് തീർച്ചയാണ്. ദെൻ നമ്മുടെ ഫെലിസിറ്റി ജോൺസിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. പക്ഷെ അത് സിനിമയിൽ അത്ര ഇല്ല. ഒരു 3.5 മണിക്കൂറുള്ള പടത്തിൽ ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ മാത്രമേ ആ ഒരു പോർഷനുള്ളൂ. അത് വലിയ ഇമ്പാക്റ്റ് ആയിട്ട് തോന്നിയില്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ അഡ്രിയൻ ബ്രോഡിയുടെയും ഗൈ പിയേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. അവരുടെ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിക്ക് അടിപൊളിയായിരുന്നു. സോ ഒരു 3-3.5 മണിക്കൂർ ടൈം എടുക്കുന്ന, കുറേ കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പറഞ്ഞു പോകുന്ന, എന്നാൽ ബോറടിപ്പിക്കാതെ ലാഗടിപ്പിക്കാതെ പക്ഷേ എഴഞ്ഞു പോകുന്നൊരു പടം തന്നെയാണ് ബ്രൂട്ടലിസ്റ്റ് എന്ന പടം. ഇതിനിപ്പോൾ വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇനി ഓസ്കാർക്ക് കിട്ടി കഴിഞ്ഞിട്ട് വലിയ ഫേമസ് ആവുന്നുണ്ടായിരിക്കും ഈ പടം. സോ ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.